ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞത് പ്ലസ് വൺ ഒരു അഡ്മിഷൻ്റെ ഒക്കെ തിരക്കിലാണ് അല്ലേ? അപ്പോൾ പ്ലസ് വൺ കൊമേഴ്സ് അഡ്മിഷൻ എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ഓപ്ഷണൽ പേപ്പർ സെലക്ട് ചെയ്യണം. അപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും മിക്കവാറും പേരൊക്കെ എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യേണ്ടതായിരിക്കും. കാരണം കുറേ സ്കൂളുകളിൽ എന്താണ് മെജോറിറ്റി സ്കൂളുകളിലെല്ലാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ഓപ്ഷണൽ പേപ്പറായിട്ട് വരാറുള്ളത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സുകളുള്ളത്? മക്കളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ 2 ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സബ്ജക്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പ്ലസ് വണ്ണിലാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. നിങ്ങൾ ഭാവിയിൽ വേറെ ഏതെങ്കിലും ബി സി എ പോലത്തുള്ള നിങ്ങളുടെ പ്രൊഫഷണൽ ഡിഗ്രിക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഏറ്റവും ഉപകാരമുള്ള സബ്ജക്റ്റാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയും. ആ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബേസിക് ഐഡിയാസ് തരുന്ന ചാപ്റ്ററാണ് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടറിനകത്തുള്ള നമ്പർ കൺവേർഷൻസ്. വളരെ സിമ്പിൾ ആണ്, കൂട്ടാനും കുറയ്ക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വലിയ ടഫ് ഒന്നുമല്ല. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ പറയുന്നതാണ് നമ്മുടെ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കുറേ പാർട്സുകളൊക്കെ ഡീറ്റെയിൽ പറയുന്ന ഒരു ചാപ്റ്ററാണ്. തേർഡ് ചാപ്റ്റർ മുതൽ എന്താണ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ C++ പ്രോഗ്രാമിംഗ് ഒക്കെ ആണെങ്കിൽ ബേസിക് ഐഡിയാസ് മുതൽ അങ്ങ് അഡ്വാൻസ് ഐഡിയാസ് വരെ ഇവിടെ തരുന്നുണ്ട്, പ്ലസ് വൺ കൊമേഴ്സിൽ തരുന്നുണ്ട്. അപ്പോൾ അതേപോലെ പ്ലസ് ടു കൊമേഴ്സിൽ വരികയാണെങ്കിൽ C++ വീണ്ടും എന്താണ് റിവ്യൂ പോലെ പറയുന്നുണ്ട്. വീണ്ടും എന്താണ് നിങ്ങൾ വെബ് ഡെവലപ്മെന്റ് ലാംഗ്വേജ് HTML പഠിക്കുന്നുണ്ട്, SQL പഠിക്കുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ നിങ്ങളൊരു IT ഫീൽഡിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് ഫീൽഡ് വേറെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല IT ഫീൽഡ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്തുള്ള ബേസിക് കാര്യങ്ങളെല്ലാം പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇനി കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കൊമേഴ്സ് ആണ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഈ CA, ACCA, CMA പോലത്തുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് എന്താണ് ഈ ഒരു കൊമേഴ്സ് വിത്ത് CA വെച്ചിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്രമല്ല മറ്റ് ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. ഇതെല്ലാം എന്താണ് CA-ആയിട്ടുള്ളൊരു പാത്ത് വേ ആണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ടാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.